നമുക്ക് രണ്ടുപേർക്കും കൂലി തരുന്നത് ഒരാൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് കൂലി തരുന്നത് ക്രിസ്തുവാണ്. കാണിക്കണേ ഇയാൾ എന്നെ കാണിക്കണേ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കോ? ഇങ്ങനെയാണോ വെട്ടണേ, പുല്ല് വെട്ടണേ? വെട്ടേന്ന് വെച്ചാ ഇങ്ങനെയൊക്കെയല്ലേ വെട്ടേണ്ടത്. വീണു ചവിട്ടി തന്നെ ഒറ്റ വീഴ്ച. ഞാൻ എന്തോരം ഏരിയ വെട്ടിന്ന് ചോദിച്ചേ? എനിക്ക് ഇച്ചിരി ഏരിയ നീ വെട്ടിയോളൂ. ഇങ്ങനെയാണോ തുടങ്ങണേ? നിനക്ക് നല്ല ഫാം വെട്ടണം, എനിക്ക് കൊള്ളുകാത്ത ഫാം വെട്ടണം. നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജോലി ചെയ്യുക. നീ കൂടുതൽ പണിതു, ഞാൻ കൂടുതൽ പണിതു, അല്ലെങ്കിൽ നീ കുറച്ച് പണിതു, ഞാൻ കുറച്ച് പണിതു എന്നുള്ള ചിന്ത നമുക്ക് തെറ്റാം. കാരണം നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ കീഴില്ല. നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരു കുടുംബസ്ഥൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കൊക്കെ കഴിവുകൾ പലതായിരിക്കും. ചിലപ്പോൾ എനിക്ക് കൂടുതൽ കഴിവുണ്ടാവും, താങ്കൾക്ക് കഴിവ് കുറവായിരിക്കാം. ചിലപ്പോൾ എൻ്റെ കഴിവുകളായിരിക്കില്ല താങ്കൾക്ക് കഴിവ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ശുശ്രൂഷ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ, ശുശ്രൂഷയായിട്ട് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ കൂടുതൽ, എനിക്ക് കുറേ മെസ്സേജ് കിട്ടുന്നുണ്ട്, ഞാൻ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നീയൊക്കെ എന്താ ചെയ്യുന്നത്, നിനക്കൊക്കെ കുറവല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ശുശ്രൂഷ മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലായിട്ടും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഇതല്ല. കർത്താവ് എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഇപ്പോൾ 9-ാം മണിക്കൂറിൽ ജോലി ചെയ്യുന്നവരും 11-ാം മണിക്കൂറിൽ ജോലി ചെയ്യുന്നവരും 3-ാം മണിക്കൂറിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ഒരേ കൂലിക്ക് അർഹനാണ്. നമ്മുടെ സഭയ്ക്കുള്ളിലാണെങ്കിലും നമുക്ക് ഈ അധികാരമോഹം, ഞാൻ വലിയവനാണ്, എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല, എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു ചിന്താ വിഭാഗത്തിൽ നിന്നുമാണ് പലപ്പോഴും നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ സഭയിലാണെങ്കിലും എല്ലാ സഭയിലും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്തു ആരെയും മാറ്റി നിർത്തുന്നില്ല. അപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ആരെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ കൂടുതൽ ജോലി ചെയ്തു അല്ലെങ്കിൽ ഇദ്ദേഹം കുറച്ച് ജോലി ചെയ്തു എന്നുള്ള ഒരു ചിന്താ മനോഭാവം ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കൂലിയാണ് കിട്ടുന്നത്. ഞങ്ങൾ കുറച്ച് പണിതാലും കൂടുതൽ പണിതാലും ഒരേ കൂലിയാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും. നമ്മൾ കൂടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൂടുതൽ പ്രീതികരമാവണമെന്നില്ല. കുറച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ മാറ്റി നിർത്തണമെന്നുമില്ല. കാരണം കർത്താവ് ഈശോ നമ്മളെല്ലാവരും രക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നവനാണ്. സ്നേഹമില്ലാത്ത സ്ഥലത്താണ് നമുക്കിതേപോലെ പരാതികളും പരിഭവങ്ങളും പറയാൻ പറ്റുന്നത്. ഈശോയുടെ ജീവിതകാലത്തും ഈശോയുടെ ശിഷ്യന്മാരുടെ ഇടയിലും ഇതേ തർക്കമുണ്ടായി. ആരാണ് ഞങ്ങളിൽ വലിയവൻ? ഞങ്ങളിൽ വലിയവൻ ആരാണ്? എനിക്കാണോ ഇവനാണോ? ഇങ്ങനൊരു ചർച്ചാ വിഷയം ഈ ശിഷ്യന്മാരുടെ ഇടയിലും ഉണ്ടായി. അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ശിശുവിനെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാവുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ വലിയവനാണെന്ന് നമ്മൾ ഭാവിച്ചേക്കാം. പക്ഷേ ഈ ഭൂമിയിലുള്ള വലിപ്പവും ചെറുപ്പവും ഒന്നും സ്വർഗരാജ്യത്തിലില്ല. അവിടെ എല്ലാവരും ഒരേപോലെ ശിശുവിനെ പോലെ സ്വയം ചെറുതായിട്ട്, ആ ചെറുതാകുമ്പോഴാണ് ആ ശിശുവിൻ്റെ സ്വഭാവം, ശിശു സഹജമായ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിക്കാനും സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനും നമുക്ക് കൂടുതൽ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. നമ്മുടെ സഭയിലാണെങ്കിലും ഞാൻ വലിയവനാണ്, ഞാൻ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ നല്ല പാട്ടുകാരനാണ്, ഞാൻ നല്ല പ്രാസംഗികനാണ്, ഞാൻ നല്ല കൗൺസിലറാണ് എന്നുള്ള ചിന്താ മനോഭാവം മാറ്റിയിട്ട് യേശു നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് നമ്മളെ കാണുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും. യേശുവിന് വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, എൻ്റെ ജീവിതത്തിൽ എളിമ തരണമേ, എളിമയോടുകൂടി ജീവിക്കുവാൻ, മറ്റുള്ളവരെ എല്ലാവരെയും യേശുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാണുവാനും, യേശു പഠിപ്പിച്ചതുപോലെ ഈശോയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എന്താണോ അതുപോലെ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം. നമ്മളിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ ദേവാലയങ്ങളിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. ഈ അധികാരമോഹം, ഞാൻ വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്നുള്ള ഒരു അധികാരമോഹവും ഈ പണത്തോടുള്ള ആർത്തിയും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് യഥാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കാതെ വരുന്നു. നമ്മൾ ഏത് മേഖലയിലാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും
മധ്യസ്ഥ പ്രാർത്ഥന ആയിക്കോട്ടെ, സുവിശേഷ പ്രഘോഷണമായിക്കോട്ടെ, കൗൺസിലിംഗ് മേഖലയായിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മളും പലപ്പോഴും മറ്റുള്ളവർ പണിതിട്ടുള്ള അടിത്തറമേലാണ് വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മേന്മ ഭാവിക്കാൻ ഒന്നുമില്ല. നമുക്ക് മുമ്പേ അടിത്തറ ഇട്ടിട്ട് പോയതാണ്. അവിടെ നമ്മൾ പുതുക്കി പണിത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് യാതൊരു മേന്മയുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ആ പരിശുദ്ധാത്മാവ് നമ്മൾ വഴി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷകരായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഉള്ളിലുള്ള ഈ വലിപ്പം ചെറുപ്പം നമ്മളങ്ങ് എടുത്തു കളയുക. മറ്റുള്ളവരെ തന്നെപ്പോലെ, ഈശോ പറഞ്ഞിരിക്കുന്നത് തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരൻ സ്നേഹിക്കണമെന്ന്. എന്നെപ്പോലെ എൻ്റെ അയൽക്കാരൻ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിഭവമില്ല, പരാതികളില്ല, അവൻ്റെ കുറവുകൾ ഞാൻ കാണുകയില്ല. അവൻ്റെ നന്മകൾ മാത്രമേ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മകൾ കാണുവാൻ സാധിക്കാം. നമുക്കെല്ലാവർക്കും ഒരേ കഴിവുകളല്ല ഉള്ളത്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിലായിരിക്കുന്ന സകലരും നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, നമ്മൾ അനുഭവിച്ച സ്നേഹം യഥാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഒരു പക്ഷേ പലരും കുറ്റപ്പെടുത്തിയേക്കാം, പലരും കളിയാക്കിയേക്കാം, പലരും പരിഹസിച്ചേക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ സുവിശേഷ വേലയിൽ തടസ്സമായി മാറരുത്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സമായി മാറരുത്. എങ്കിൽ മാത്രമേ സഹനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ആരെയും ഒറ്റപ്പെടുത്തുവാനോ മാറ്റി നിർത്തുവാനോ പാടില്ല. കാരണം നമ്മളെല്ലാം ശുശ്രൂഷ ചെയ്യുന്നത് നമ്മളെല്ലാം ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ക്രിസ്തു എന്ന അടിത്തറമേൽ, ക്രിസ്തു രക്ഷകനായിട്ടുള്ള ആ അടിത്തറമേൽ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ചെറിയവരല്ല, ആരും വലിയവരുമല്ല. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ്. ശിശു സഹജമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാനും അതുപോലെ സ്വർഗത്തിലെത്തുവാനും സാധിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുക. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ അൾത്താരബാലനായിട്ട്, അൾത്താര ശുശ്രൂഷകനായിട്ട് ആരുമില്ല. ഞാൻ ചിന്തിച്ചു, അൾത്താരബാലനായിട്ട് കയറി നിൽക്കാം, ബൈബിളൊക്കെ വായിക്കാം, ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് അൾത്താരയിലേക്ക് കയറി പോവാം. അവിടെ കയറി നിന്നപ്പോൾ തന്നെ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറയുക, അതെ എന്താ കാര്യം, നീ എന്താ ഇവിടെ നിൽക്കണേ? ഞാൻ ചോദിച്ചു, ഞാനിവിടെ അൾത്താരയിൽ പ്രാർത്ഥന കൊല്ലാൻ, കുർബാനയാണല്ലോ, അപ്പോൾ പ്രാർത്ഥന കൊല്ലാനായിട്ട് കയറി നിന്നാന്ന് പറഞ്ഞു. അതെ, ഇവിടെ വേറെ ആളുണ്ട്, ഇതിനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാനിവിടെ ആരെ കാണാത്തത് കാരണമാണ് ഞാൻ കയറി വന്നത് എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അദ്ദേഹം ഇത്ര ദേഷ്യപ്പെട്ടു. ഞാനൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് വന്നു. ഇതാണ് നമ്മുടെ ഒരു പരിപാടി. ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉള്ള ഒരു മനോഭാവം. ഇത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, മറ്റാരും ഇത് ചെയ്യേണ്ടതില്ല, വേറെ ആർക്കും ഇതിനകത്ത് അവകാശമില്ല എന്നുള്ളൊരു രീതി. ഈ ഒരു മനോഭാവം നമ്മളിൽ നിന്ന് മാറണം. ഈ വലിപ്പച്ചെറുപ്പം മാറ്റുവാനാണ് ക്രിസ്തു ശിശുവിനെ പോലെ ആകാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് സഹോദരൻ പേടിച്ചു പോയി. ഞാൻ ആദ്യമേ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇതേ സഹോദരനോട് പറയാതെയാണ് ഞാൻ ഇത് പിടിച്ചത്. കാരണം അദ്ദേഹം പേടിച്ചു പോയി, ഞാൻ എന്തായി പറയണം. ഞങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഇദ്ദേഹം ഭയപ്പെട്ടു പോയി. നമ്മളിങ്ങനെ പലപ്പോഴും ഭയപ്പെടുത്തി ജീവിക്കുന്നവരാണല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ജോലി ചെയ്യുന്നത്. ഒരു ആളുടെ കീഴിൽ, ഇതിൻ്റെ ഉടമസ്ഥൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വലിപ്പ ചെറുപ്പമില്ല. ഞാൻ കൂടുതൽ പണിതോ ഇദ്ദേഹം കുറച്ച് പണിതോ, അല്ലെങ്കിൽ ഇദ്ദേഹം കൂടുതൽ പണിതോ ഞാൻ കുറച്ച് പണിതോ, അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂലി തരുന്നത് ഒരാളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് കൂലി തരുന്നത് ക്രിസ്തുവാണ്. നമുക്കതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, ആരെയും പരാതി വരാതെ, ആരെയും മാറ്റി നിർത്താതെ, കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇവയിലൊക്കെ നമ്മൾ ക്രിസ്തുവിനെ കാണാൻ പഠിക്കാം. ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമുക്ക് സഭയെ വളർത്തുവാൻ വേണ്ടി നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ കെട്ടിപ്പടുക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.